ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 8ാം പതിപ്പിന് കോഴിക്കോട് തുടക്കമായി. 4 ദിവസം 9 വേദികളിലായി നടക്കുന്ന സാഹിത്യോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നിരവധി സാഹിത്യോത്സവങ്ങൾക്ക് പ്രചോദനമായ മേളയാണ് KLF എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ചരിത്ര സമന്വയത്തിനാണ് കോഴിക്കോട് നഗരം സാക്ഷിയായത്. ബുക്കർ സമ്മാന ജേതാക്കളായ ജെന്നി എർപെൻബക്ക്, പോൾ ലിഞ്ച്, നൊബേൽ സമ്മാന ജേതാവ് വെങ്കി രാമകൃഷ്ണൻ, എസ്തർ ഡുഫ്ലോ എന്നിവരുൾപ്പെടെയുള്ള പ്രഭാഷകരുടെ ശ്രദ്ധേയമായ നിരയാണ് ഈ വർഷത്തെ സാഹിത്യോത്സവത്തിന്റെ പ്രത്യേകത. വരും ദിവസങ്ങളിൽ പ്രമുഖർ പങ്കെടുക്കുന്ന 300-ലധികം സംവാദങ്ങളും നടക്കും. അതിഥി രാജ്യമായ ഫ്രാൻസിൽ നിന്ന് നിരവധി സാഹിത്യകാരന്മാർ മേളയുടെ ഭാഗമാകുന്നുണ്ട്. KLF വായനയ്ക്കും സാംസ്കാരിക ടൂറിസത്തിനും നൽകുന്നത് വലിയ സംഭാവനയാണെന്നും കോഴിക്കോടിന് സാഹിത്യനഗര പദവി ലഭ്യമാക്കിയതിൽ KLFന് മുഖ്യ പങ്കുണ്ടെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പുസ്തക വായനാശീലം കൂടുതൽ ഊർജത്തോടെ തിരിച്ചു വരുന്നതായാണ് കാണുന്നത്. നമ്മുടെ യുവാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുസ്തക വായനയെ ആഘോഷമാക്കുന്നു. ഇന്ത്യയിൽ ഒരുപക്ഷെ കേരളത്തിന്റെ മാത്രം സവിശേഷതയാണ്. രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ട തുറന്ന സംവാദങ്ങളുടെ വലിയ വേദിയാണ് KLF. സാഹിത്യകാരന്മാരായ M. മുകുന്ദൻ, K. സച്ചിദാനന്ദൻ, നടന്മാരായ നസ്രുദ്ദീൻ ഷാ, പ്രകാശ് രാജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്.